സൈക്കോളജിയിലെ പേഴ്സണാലിറ്റി തിയറിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് പേഴ്സണാലിറ്റി എന്താണെന്ന് നോക്കാം. പേഴ്സണാലിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഡൈനാമിക് ആൻഡ് ഓർഗനൈസ്ഡ് സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് പോസസ്ഡ് ബൈ എ പേഴ്സൺ ദാറ്റ് uniquely influences his or her cognitions, motivations, and behaviors in various situations. The word personality originates from the Latin persona, which means mask. അപ്പോൾ എന്താണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ, പേഴ്സണാലിറ്റീനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? പേഴ്സണാലിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഡൈനാമിക് ആൻഡ് ഓർഗനൈസ്ഡ് സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് പോസസ്ഡ് ബൈ എ പേഴ്സൺ. അപ്പോൾ ഒരു വ്യക്തി കാണിക്കുന്ന ഓർഗനൈസ്ഡ് സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയാം. അത് എന്തിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും? ഇൻഫ്ലുവൻസസ് ഹിസ് ഓർ ഹെർ കോഗ്നിഷൻ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ മോട്ടിവേഷൻസ് ആൻഡ് ബിഹേവിയേഴ്സ്, അവരുടെ ബിഹേവിയറിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇൻ വാരിയസ് സിറ്റുവേഷൻസ്, പലതരത്തിലുള്ള സിറ്റുവേഷൻസിലുള്ള. അപ്പോൾ ഒരു ആളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അയാളുടെ സ്വഭാവത്തെയും അതുപോലെ അറിവിനെയൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പേഴ്സണാലിറ്റി എന്നുള്ള ആ ഒരു വേർഡ് ആക്ച്വലി ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ ടേമായിട്ടുള്ള പേഴ്സോണ എന്ന വാക്കിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് വരുന്നത് മാസ്ക് എന്നാണ്. തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി നോക്കാം. എത്ര തരം പേഴ്സണാലിറ്റി തിയറികളുണ്ട്? അതിൽ ഒന്നാമത്തത് സൈക്കോ അനാലിറ്റിക്കൽ തിയറി, പിന്നെ വരുന്നത് ട്രൈറ്റ് തിയറി, ബിഹേവിയറൽ ആൻഡ് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി, ഹ്യൂമാനിസ്റ്റിക് തിയറി. സൈക്കോ അനാലിറ്റിക്കൽ അപ്രോച്ച് ഉണ്ട്, ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ച് ഉണ്ട്, ട്രൈറ്റ് അപ്രോച്ച് ഉണ്ട്, പിന്നെ ബിഹേവിയറൽ അപ്രോച്ച് ഉണ്ട്. അത് നമുക്ക് ഓരോന്നായി നോക്കാം. ഫസ്റ്റ് വരുന്നത് സൈക്കോ അനാലിറ്റിക്കൽ തിയറിയാണ്. സൈക്കോ അനാലിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവ് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് സിഗ്മണ്ട് ഫ്രോയിഡാണ് ഈ ഒരു സൈക്കോ അനാലിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവ് ഓഫ് പേഴ്സണാലിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമുക്ക് സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് നോക്കാം. സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ചിട്ട് അങ്ങനെ കാര്യമായിട്ട് പഠിക്കേണ്ടതില്ല. സൈക്കോ അനാലിസിസിൻ്റെ ഫാദറാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞു സൈക്കോ അനാലിറ്റിക്കൽ അപ്രോച്ച് ഓഫ് പേഴ്സണാലിറ്റി കൊണ്ടുവന്നിട്ടുള്ളത് സിഗ്മണ്ട് ഫ്രോയിഡാണ്. ഇതിൽ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിന് 3 ഭാഗങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് കോൺഷ്യസും പ്രീ കോൺഷ്യസും അൺകോൺഷ്യസുമാണ്. പിന്നെ 3 പാർട്സ് ഓഫ് ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നിവയാണ്. മോഡൽ ഓഫ് പേഴ്സണാലിറ്റി, എലമെൻറ്റ്സ് ഓഫ് പേഴ്സണാലിറ്റി അക്കോർഡിംഗ് ടു ഫ്രോയിഡ്: ദ ഇത്, ദ ഈഗോ, ദ സൂപ്പർ ഈഗോ. എലമെൻറ്റ്സ് ഓഫ് പേഴ്സണാലിറ്റി 3 എണ്ണമാണ്: ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നിവയാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് പേഴ്സണാലിറ്റിക്ക് ഒരു ടോപ്പോഗ്രഫിക്കൽ മോഡൽ കൊടുത്തു. അതിങ്ങനെയാണ്. ഇതിൽ വരുന്നത് നമ്മളുടെ ഇമ്മീഡിയറ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത നീഡ്സ്, ഡിസയേഴ്സ്, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ മനസ്സിൽ നമ്മളൊരു മൈൻഡ് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഹാലൂസിനേഷൻ, ഡേ ഡ്രീമിങ് പോലുള്ള കാര്യങ്ങളിലൂടെ അത് റിലീവ് ചെയ്യുന്നു. ഇതാണ് ഇതിൽ വരുന്നത്. പേഴ്സണാലിറ്റിയുടെ പ്രൈമറി കോമ്പണൻ്റാണ് ഇതെന്ന് പറയുന്നത്. അത് ഫോളോ ചെയ്യുന്നത് പ്ലഷർ പ്രിൻസിപ്പിളാണ്. സ്ട്രൈവ്സ് ഫോർ ഇമ്മീഡിയറ്റ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ആൾ ഡിസയേഴ്സ്, നീഡ്സ് ആൻഡ് വാണ്ട്സ്. സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത നീഡ്സ്, ഡിസയേഴ്സാണ് ഇതിൽ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കുട്ടിക്ക് നന്നായിട്ട് വിശപ്പ് ഫീൽ ചെയ്യുമ്പോൾ ആ ഒരു ഭക്ഷണം കിട്ടുന്നത് വരെ ആ കുട്ടി കരയും. അതിൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ ആ കുട്ടി കരയും. അപ്പോൾ അത് ഇതിന് എക്സാമ്പിളാണ്. ഇത് എന്ന പാർട്ട് ഓഫ് മൈൻഡാണ് നമ്മളിൽ ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാക്കുന്നത്. അടുത്തത് വരുന്നത് ഈഗോ എന്ന പാർട്ട് ഓഫ് മൈൻഡാണ്. റെസ്പോൺസിബിൾ ഫോർ ഡീലിംഗ് വിത്ത് റിയാലിറ്റിയുമായിട്ട് ഡീൽ ചെയ്യുന്നതിൽ റെസ്പോൺസിബിളാണ് ഈഗോ എന്ന് പറയുന്നത്. ഈഗോ എന്ന പാർട്ട് ഓഫ് മൈൻഡ് അത് ഫോളോ ചെയ്യുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിളാണ്. ഇറ്റ് ഫോളോസ് റിയാലിറ്റി പ്രിൻസിപ്പിൾ. Reality principle weighs the cost of doing or abandoning something. Discharges tension by finding the object in the real world created by it.
അടുത്തത് വരുന്നത് സൂപ്പർ ഈഗോ ആണ്. സൂപ്പർ ഈഗോ എന്നത് അടുത്തൊരു പാർട്ട് ഓഫ് മൈൻഡാണ്. ഹോൾസ് ഓഫ് അവർ ഇൻറ്റേർണലൈസ്ഡ് മോറൽ സ്റ്റാൻഡേർഡ്സ് ദാറ്റ് വി അക്വയർ ഫ്രം പാരൻസ് സൊസൈറ്റി. പാരൻസിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള മോറൽ സ്റ്റാൻഡേർഡ്, മോറൽ പ്രിൻസിപ്പിളാണ് സൂപ്പർ ഈഗോയിൽ വരിക. അതിന് 2 പാർട്സ് ആണുള്ളത്. ഒന്ന് വരുന്നത് ഈഗോ ഐഡിയലാണ്. ഈഗോ ഐഡിയലിൽ വരുന്നത് ഗുഡ് ബിഹേവിയേഴ്സാണ്. ദെൻ കോൺസയൻസ് ആണ് വരിക. കോൺസയൻസിൽ ബാഡ് ബിഹേവിയേഴ്സുമാണ് വരിക. ഈ ഒരു ചിത്രത്തിൽ ഈഗോ, സൂപ്പർ ഈഗോ എന്ന 3 പാർട്ട് ഓഫ് മൈൻഡിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ വരുന്നത് എന്താണ്, ഐ വാണ്ട് ഇറ്റ് നൗ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഐ വാണ്ട് എന്തെങ്കിലും ഡിസയർ അല്ലെങ്കിൽ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരാളിൽ ഉണ്ടാക്കുന്നു. അതാണ് ഇതിൽ വരുന്നത്. മറ്റുള്ളവരിൽ എന്തെങ്കിലും ഒരു വസ്തു ഒരു കുട്ടി കാണുമ്പോൾ അത് തനിക്ക് വേണമെന്ന് തോന്നുന്നു. അത് ഇതിൽ വരുന്നതാണ്. പിന്നെ അപ്പോൾ ഈഗോ പറയാണ് അത് എൻ്റെതല്ല, അത് മറ്റാളതാണെന്ന് ഒരു റിയാലിറ്റി വരികയാണ്. അപ്പോൾ സൂപ്പർ ഈഗോയിലാണെങ്കിൽ കുട്ടി സൊസൈറ്റിയിൽ നിന്നും പാരൻസിൽ നിന്നും അക്വയർ ചെയ്തിട്ടുള്ള മോറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ബിഹേവിയേഴ്സ് കുട്ടിക്ക് അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് കുട്ടി മനസ്സിലാക്കണോ ഇത് ശരിയല്ല എന്നുള്ള കാര്യം കുട്ടി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് സൂപ്പർ ഈഗോയിൽ വരിക. സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് ഈഗോ, സൂപ്പർ ഈഗോ എന്ന 3 പാർട്ട് ഓഫ് മൈൻഡിൻ്റെ ഫലമായിട്ടാണ് ഒരാളിൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. ഒരാളുടെ വ്യക്തിത്വം ഉണ്ടാകുന്നത് 3 പാർട്ട് ഓഫ് മൈൻഡാണ് നിയന്ത്രിക്കുന്നത് എന്നാണ്. അപ്പോൾ തിയറി ഓഫ് പേഴ്സണാലിറ്റിയിൽ ഈ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി അപ്രോച്ചസ് ഓഫ് പേഴ്സണാലിറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.